വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൾ അപ്ലൈ ആൻഡ് ബൈൻഡ്? കോളും അപ്ലൈയും ബൈൻഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതാണ് നീ നോക്കുന്നത്. കോൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻവോൾവ്സ് ദ ഫംഗ്ഷൻ ഇമ്മീഡിയറ്റ്ലി വിത്ത് ദിസ് സെറ്റ് ടു ദിസ് ആർഗ് ആൻഡ് അസെപ്റ്റ്സ് ആർഗ്യുമെന്റ്സ് വൺ ബൈ വൺ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നു. കോൾ എന്ന് പറയുന്നതാണെങ്കിൽ ഫംഗ്ഷനെ ഇമ്മീഡിയറ്റ്ലി ഇൻവോക്ക് ചെയ്യുന്നു. പിന്നെ ദിസ് എന്ന് പറയുന്നത് ദിസ് ആർഗ് ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. വൺ ബൈ വൺ ആയിട്ടായിരിക്കും ആർഗ്യുമെന്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എക്സാമ്പിൾ നോക്കാം. ഫംഗ്ഷൻ കുക്ക് ing1 ing2 അത് ഇൻഗ്രീഡിയൻസ് ആണ്. രണ്ട് ഇതാണ് പാരാമീറ്റർ ആണ് ഉള്ളത്. അതിനകത്ത് കൺസോൾ ഡോട്ട് ലോഗ് ടെംപ്ലേറ്റ് ലിറ്ററലിന്റെ ഉള്ളില് ഡോളർ ദിസ് ഡോട്ട് നെയിം. ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം, പിന്നെ ഈസ് ഹാവിങ് എ മീൽ വിത്ത് ഡോളർ, അതായത് ing1ന്റെ വാല്യൂ എന്താണോ അത് വെച്ചിട്ട് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ing2ന്റെ വാല്യൂ എന്താണോ അത് വെച്ചിട്ട് ഇത് റീപ്ലേസ് ചെയ്യുന്നു. അപ്പൊ നമ്മള് ഇതിനകത്ത് കോൾ ചെയ്യുന്നു. കോൺസ്റ്റ് ആഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് നെയിം ആഡം സ്റ്റോർ ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് കുക്ക് ഡോട്ട് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡം റൈസ് ബീൻസ്, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് പാസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു. കുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു. ദാറ്റ് ടേക്സ് ടു ഇൻഗ്രീഡിയൻസ്. അതിനകത്ത് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത്, ing1 ആൻഡ് ing2. ഇറ്റ് പ്രിന്റ്സ് എ മെസ്സേജ് യൂസിങ് ദിസ് ഡോട്ട് നെയിം. ദിസ് നോട്ട് നെയിം വെച്ചിട്ട് ഒരു മെസ്സേജിനെ പ്രിന്റ് ചെയ്യുന്നു. വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഒബ്ജക്റ്റ് ഈസ് യൂസ്ഡ് വെൻ കോളിംഗ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഏത് ഒബ്ജക്റ്റ് ആണോ എടുക്കുന്നത് ആ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ദിസ് ഡോട്ട് നെയിമിന്റെ വാല്യൂ എന്ന് പറയുന്നത്. വാട്ട് ഒബ്ജക്റ്റ് ഈസ് യൂസ്ഡ് വെൻ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഏത് ഒബ്ജക്റ്റ് ആണോ യൂസ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ദിസ് ഡോട്ട് നെയിം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ യു ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ്. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു, ആഡം എന്ന് പറഞ്ഞു, വിത്ത് നെയിം പ്രോപ്പർട്ടി. സോ യു യൂസ് കോൾ വിച്ച് കോൾസ് കുക്ക് ഫംഗ്ഷൻ. അതിനകത്ത് കോൾ എന്ന് പറഞ്ഞിട്ടുള്ള കോള് നമ്മൾ കോൾ ചെയ്യുന്നു, വിച്ച് കോൾസ് കുക്ക് ഫംഗ്ഷൻ. അത് കോൾ എന്ന് പറയുന്നത് കുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ബട്ട് സെറ്റ്സ് ദിസ് ടു റെഫർ ടു ആഡം. ബട്ട് സെറ്റ്സ് ദിസ് എന്ന് പറയുന്നത് ആഡം ആയിട്ട് സെറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ദിസ് സെറ്റ് ടു റെഫർ ടു ആഡം. ആഡത്തിനെ ദിസ് എന്ന് പറയുന്നത് ആഡം ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പൊ സോ ഇൻസൈഡ് ദ ഫംഗ്ഷൻ ദിസ് ഡോട്ട് നെയിം ബിക്കംസ് ആഡം. അപ്പൊ നമ്മൾ ഇതിനെ പ്രിന്റ് ചെയ്യുമ്പോൾ ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് എന്ന് പറയുന്നത് ആഡം ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ആർഗ്യുമെന്റ്സ് ആയിട്ട് നമ്മൾ റൈസ് ബീൻസ് ആണ് കോൾ ചെയ്യുമ്പോൾ ദിസ് എന്ന് പറയുന്ന ആഡം എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷൻ കുക്കിന്റെ ഉള്ളിൽ ഇതിനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ റെഫർ ചെയ്യുന്നത് ഈ ആഡത്തിനകത്ത് ഒബ്ജക്റ്റിനകത്തുള്ള നെയിം ആണ്. ഏത് ഒബ്ജക്റ്റ് ആണോ നമ്മൾ ആ ഒബ്ജക്റ്റിനെ യൂസ് ചെയ്യുന്നത്, ഫംഗ്ഷന് കോൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ദിസ് ഡോട്ട് നെയിം. അപ്പൊ നമുക്ക് ആഡം എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആഡം ഈസ് ഹാവിങ് എ മീൽ വിത്ത് റൈസ് ആൻഡ് ബീൻസ്. അങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. നീ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തത് അതാണ് ഇതിന്റെ സിന്റാക്സ്. ഫംഗ്ഷൻ ഡോട്ട് കോള് ദിസ് ആർഗ്, പിന്നെ ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2, ആർഗ്യുമെന്റ് 3. ദിസ് ആർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഒബ്ജക്റ്റ് യു വാണ്ട് ദിസ് ടു റെഫർ ടു ഇൻസൈഡ് ദ ഫംഗ്ഷൻ. അതായത് ഫംഗ്ഷനകത്ത് ഫംഗ്ഷന്റെ ഉള്ളില് ദ ഒബ്ജക്റ്റ് ദിസ് ടു റെഫർ ചെയ്യാനായിട്ടുള്ള, ഇപ്പൊ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് യു വാണ്ട് ദിസ് ടു റെഫർ ദിസ് ഏത് ഒബ്ജക്റ്റിനെയാണ് റെഫർ ചെയ്യേണ്ടത് അതാണ് ദിസിനകത്ത് ഉള്ളത്. ടു ഇൻസൈഡ് ദ ഫംഗ്ഷനകത്ത്. മനസ്സിലായോ? അപ്പൊ ഫംഗ്ഷനകത്ത് ഏത് ഒബ്ജക്റ്റിനെയാണോ റെഫർ ചെയ്യേണ്ടത് അതാണ് ദിസ് ആർഗ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ദിസ് ആർഗ്
പിന്നെ എന്നാ വെച്ചാൽ ആർഗ്യുമെന്റ് 1 ആർഗ്യുമെന്റ് 2 എന്ന് വെച്ചാൽ ദ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ടു പാസ് ടു ദ ഫംഗ്ഷൻ. നമ്മുടെ ഫംഗ്ഷനകത്ത് കൊടുക്കുന്ന ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആണ് ഇത്. അപ്പൊ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ആർഗാണ്. പിന്നെ ഇത് ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ റെഫർ ചെയ്യേണ്ട ഒബ്ജക്റ്റ് ആണ് ഇത് എന്ന് പറയും. ദിസ് ആർഗ് എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആണ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യും. 1 by 1 സെപ്പറേറ്റഡ് ബൈ കോമസ്. 1 by 1 ആയിട്ടാണ് കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. നീക്കണെന്ന് വെച്ചാൽ കുക്ക് ഡോട്ട് കോള് ആഡം റൈസ് ബീൻസ് എന്ന് പറഞ്ഞാൽ ആഡം എന്ന് പറയുന്നത് ബിക്കംസ് ദിസ് ആയിട്ട് വരും. ഇൻസൈഡ് ദ കുക്ക് ഫംഗ്ഷനകത്ത് ആഡം എന്ന് പറയുന്നത് ദിസ് ആയി മാറും. അത് കഴിഞ്ഞിട്ട് റൈസ് ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കംസ് ing1, ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ing2, ഇൻഗ്രീഡിയന്റ് 2 ആയിട്ട് മാറും. ഇനി അപ്ലൈ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന്. അപ്ലൈ എന്ന് വെച്ചാൽ ഇൻവോക്സ് ദ ഫംഗ്ഷൻ ഇമ്മീഡിയറ്റ്ലി തന്നെ ഈ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്നു വിത്ത് ദിസ് സെറ്റ് ടു. ഇതിനകത്ത് ദിസ് എന്ന് പറഞ്ഞ ദിസ് ആർഗായിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ബട്ട് ടേക്സ് ആർഗ്യുമെന്റ്സ് ആസ് ആൻ അറേ. ആർഗ്യുമെന്റ്സ് അറേ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ആർഗ്യുമെന്റ്സ് അറേ ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഫംഗ്ഷൻ കുക്ക് ing1 ing2 എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. 2 ഇൻഗ്രീഡിയന്റ് ഉണ്ട്. 2 പാരാമീറ്റർ ആണ് ഉള്ളത്. കൺസോൾ ഡോട്ട് ലോഗ് ഡോളർ ടെംപ്ലേറ്റ് ലിറ്ററലിന്റെ ഉള്ളില് ഡോളർ ദിസ് ഡോട്ട് നെയിം ഈസ് ഹാവിങ് എ മീൽ വിത്ത് ഡോളർ ing1. അപ്പൊ ഇതൊക്കെ ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ing1ന്റെ വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ing2ന്റെ വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. കോൺസ്റ്റ് എന്നിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ കോൺസ്റ്റ് ആഡം ഈക്വൽ ടു ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കോൺസ്റ്റ് ആഡം. അത് കഴിഞ്ഞിട്ട് കുക്ക് ഡോട്ട് അപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡം റൈസ് ബീൻസ് എന്ന് പറഞ്ഞിട്ട് 2 ഇൻഗ്രീഡിയന്റ് അറേ ആയിട്ട് ആർഗ്യുമെന്റ്സിന് അറേ ആയിട്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഡോട്ട് അപ്ലൈ എന്ന് പറയുന്നത് പാസ് ആർഗ്യുമെന്റ്സ് ആസ് എ സിംഗിൾ അറേ ആയിട്ടായിരിക്കും ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. മനസ്സിലായോ? സിംഗിൾ അറേ ആയിട്ടാണ് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മറ്റേതിനകത്ത് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. ഇതെന്ന് വെച്ചാൽ അറേ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് നമുക്ക് സെയിം ആയിട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഗ്യുമെന്റ്സിന് അറേ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. വേറെ വ്യത്യാസം ഇല്ല. ഇനി എന്നാന്ന് വെച്ചാൽ സിംഗിൾ അറേനകത്തായിട്ട് പാസ് ചെയ്യുന്നത്. ഇനി ബൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് എ ന്യൂ ഫംഗ്ഷൻ വിത്ത് ദിസ് സെറ്റ് ടു ദിസ് ആർഗ്. ഒരു പുതിയൊരു ഫംഗ്ഷനെ അത് റിട്ടേൺ ചെയ്യുന്നു. അതിനകത്ത് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ആർഗ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ആൻഡ് എനി പ്രീസെറ്റ് ആർഗ്യുമെന്റ്സ്, പിന്നെ പ്രീസെറ്റ് ആയിട്ട് നേരത്തെ തന്നെ സെറ്റ് ചെയ്തേക്കുന്ന ആർഗ്യുമെന്റ്സ് ആണ്. ബട്ട് ഡസിൻ ഇൻവോക്ക് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി തന്നെ ഇൻവോക്ക് ചെയ്യുന്നില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ദിസ് ആർഗ് ആയിട്ടായിരിക്കും. പിന്നെ പ്രീസെറ്റ് ആയിട്ടുള്ള നേരത്തെ തന്നെ സെറ്റ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. പിന്നെ പുതിയൊരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു. പിന്നെ ഇൻവോക്ക് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ മറ്റേ അപ്ലൈനകത്തും കോളിനകത്തൊക്കെ എന്താണ് ഇമ്മീഡിയറ്റ്ലി കോൾ ചെയ്യുമായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഇമ്മീഡിയറ്റ്ലി കോൾ ചെയ്യുന്നില്ല. ഇൻവോക്ക് ഇമ്മീഡിയറ്റ്ലി. അപ്പൊ ഫംഗ്ഷൻ കുക്ക് ing1 ing2 ഒരു കൺസോൾ ഉണ്ട്. അതിനകത്ത് ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞ ഇതിന്റെ വാല്യൂ വെച്ചിട്ട് റിപ്ലേസ് ഈസ് ഹാവിങ് എ മീൽ വിത്ത് ing1 ആൻഡ് ing2 എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ് ലിറ്റർ. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള വാല്യൂ വെച്ച് റിപ്ലേസ് ചെയ്യും കോൾ ചെയ്യുമ്പോൾ. അപ്പൊ കോൺസ്റ്റ് ആഡം ഈക്വൽ ടു ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. കോൺസ്റ്റ് കുക്ക് ഫോർ ആഡം എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് കുക്ക് ഡോട്ട് ബൈൻഡ്. അപ്പൊ കുക്ക് ഡോട്ട് ബൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡം റൈസ് ബീൻസ് എന്ന് പറഞ്ഞിട്ട് 3 ഇത് പാസ് ചെയ്യുന്നു. അതിനകത്ത് കുക്ക് വിത്ത് ആഡം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെ നമ്മൾ കോൾ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. യു ഡിഫൈൻ എ ഫംഗ്ഷൻ വിത്ത് 2 ഇൻഗ്രീഡിയൻസ്. 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് ഇത് യൂസസ് ദിസ് ഡോട്ട് നെയിം ടു പ്രിന്റ് ഹു ഈസ് ഹാവിങ് എ മീൽ. ആരാണ് മീൽ എടുക്കുന്നതെന്ന് പ്രിന്റ് ചെയ്യാനായിട്ട് ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നു. യു ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓർഡർ. ആഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. വിത്ത് നെയിം പ്രോപ്പർട്ടി ഉണ്ട്. ബൈൻഡ് ക്രിയേറ്റ്സ് എ ന്യൂ ഫംഗ്ഷൻ കോൾഡ്. ബൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യുന്നു കോൾഡ് കുക്ക് ഫോർ ആഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യുന്നു.
അത് കഴിഞ്ഞിട്ട് it permanently sets this to Adam and prefills the arguments. It permanently sets this to Adam. This എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡം ആയിട്ട് സെറ്റ് ചെയ്യുന്നു for Adam. അപ്പൊ bind creates പുതിയൊരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് കോൾഡ് കുക്ക് ഫോർ ആഡം. പുതിയ ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തിട്ട് കുക്ക് ഫോർ ആഡം ഇതിനെ നമ്മൾ കോൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇറ്റ് പെർമനന്റ്ലി സെറ്റ്സ് ദിസ് ടു ആഡം. പെർമനന്റ്ലി ദിസിനെ ആഡം ആയിട്ട് സെറ്റ് ചെയ്യുന്നു ആൻഡ് പ്രീഫിൽസ് ദ ആർഗ്യുമെന്റ്സ് റൈസും ബീൻസും ആയിട്ട് നമ്മൾ പ്രീഫിൽ ചെയ്യുന്നു. കുക്ക് ഫോർ ആഡം, വെൻ യു കോൾ കുക്ക് ഫോർ ആഡം ഇറ്റ് റൺസ്. ആഡം ഈസ് ഹാവിങ് എ മീൽ വിത്ത് റൈസ് ആൻഡ് ബീൻസ്. അപ്പൊ റൈസ് ആൻഡ് ബീൻസ് എന്ന് വന്നിട്ട് വരുന്നു. അപ്പൊ ഇതിനകത്ത് എന്നാന്ന് വെച്ചാൽ പുതിയൊരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യാണ്. ഇത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ കോൾ ചെയ്യുന്നില്ല. നമ്മൾ കുക്ക് ഡോട്ട് കോൾ അല്ലെങ്കിൽ കുക്ക് ഡോട്ട് അപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ്ലി അത് കോൾ ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്ത് ആ ഫംഗ്ഷനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡം ആയിട്ട് റൈസ് ബീൻസ് ആർഗ്യുമെന്റ്സ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് പാസ് ചെയ്യുന്നു. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് ആഡം ഈസ് ഹാവിങ് എ മീൽ വിത്ത് റൈസ് ആൻഡ് ബീൻസ് എന്ന് വന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് കോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇമ്മീഡിയറ്റ്ലി റൺ ചെയ്യുന്നു. പാസിങ് ഈച്ച് ആർഗ്യുമെന്റ് സെപ്പറേറ്റ്ലി ആയിരിക്കും പാസ് ചെയ്യുന്നത്. അപ്ലൈ എന്ന് വെച്ചാൽ റൺസ് ദ ഫംഗ്ഷൻ ഇമ്മീഡിയറ്റ്ലി ഫംഗ്ഷനെ റൺ ചെയ്യുന്നു. പാസിങ് ആർഗ്യുമെന്റ്സ് ആസ് എൻ അറേ ആയിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. പുതിയൊരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യുന്നു വിത്ത് ദിസ് ആൻഡ് ആർഗ്യുമെന്റ്സ് വെച്ചിട്ട് പുതിയൊരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യുന്നു വിച്ച് യു ക്യാൻ കോൾ ലേറ്റർ. നമുക്ക് പിന്നീട് അതിനെ നമുക്ക് കോൾ ചെയ്യാനും പറ്റും. അതാണ് കോൾ, അപ്ലൈ ആൻഡ് ബൈൻഡിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞ.